ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ ആയിട്ട് എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കുമായിരിക്കും അല്ലേ? അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാനും ഓണ വെക്കേഷനും അവധിയൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വന്നേക്കായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോയാണ് കേട്ടോ ഇത്. അങ്ങനെ ഓണ വെക്കേഷനിൽ നാട്ടിലേക്ക് വരുന്നതും അതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളൂ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയ്ക്ക് തൊട്ട് മുമ്പത്തെ വീഡിയോയാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടോ എന്നെനിക്കറിയില്ല. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് ആ വീഡിയോ. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുഴുവനായിട്ടൊന്നും വീഡിയോയിലൊന്നും പകർത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ചെടികളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ വന്ന് പോകുന്നതിന് മുമ്പ് ചെറിയ കുറ്റി ചെടികളായിരുന്നു കേട്ടോ. അതായത് കുറച്ച് ചെറിയൊരു പൊക്കത്തിലുള്ള ചെടികളായിരുന്നു. ഒരു 5-6 പൂവൊക്കെ ഉണ്ടായുള്ളൂ കേട്ടോ ആ ഒരു സമയത്ത്, ഞാൻ ഇവിടെ വന്ന് പോണ സമയത്ത്. ഇപ്പോൾ ഒരു 4-5 മാസമൊക്കെ എന്തായാലും കഴിഞ്ഞു. കറക്റ്റ് എനിക്ക് ഡേറ്റ് ഒന്നും അറിയില്ല, ഞാൻ ഇവിടെ എത്ര മാസമായി വന്ന് പോയിട്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അതേ വന്ന സമയത്തുണ്ടോ, കാട് പോലെയാണ് കേട്ടോ പൂക്കളൊക്കെ വിരിഞ്ഞ്, ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ മുറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ വേനലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ, മഴയൊക്കെ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ചെടികളൊക്കെ ഒന്ന് ഉണങ്ങി ഒന്നും ഇല്ലാണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു രീതിയിലൊക്കെ ഉണ്ടായുള്ളൂ ചെടികളൊക്കെ. ഇപ്പോൾ മഴയൊക്കെ പിടിച്ച് കഴിഞ്ഞത് എല്ലാം നല്ല ക്ലൈമറ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കിളുത്ത് നല്ല സൂപ്പറായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ് കേട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പ്രത്യേക വൈബായിരിക്കും കേട്ടോ. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്നെടുത്ത് എൻ്റെ ദിവസം, എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള എൻ്റെ ഒരു ദിവസത്തെക്കുറിച്ചൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ നിന്ന് കാണിക്കുന്നത്. നാട്ടുമ്പുറത്തെ ജീവിതം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കാടും തോടും പുഴകളും എല്ലാം തന്നെ ഒരുപോലെ വേണമല്ലോ. അപ്പോൾ അതെല്ലാം കൂടി അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മളിവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് എപ്പോഴും സന്തോഷം തരുന്ന കാഴ്ചകളായിരിക്കും നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. കുറേ നാളത്തെ ഇടവേള കഴിഞ്ഞ് കണ്ട് ഇത് വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ മുറ്റത്തൊക്കെ ഒന്ന് ചുറ്റിറങ്ങി കണ്ടു കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വാപ്പ നട്ടേക്കണേ എല്ലാം എന്നൊക്കെ ഒന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ പച്ചക്കറികളൊക്കെ നടലൊക്കെ നിർത്തിയിട്ടുണ്ട്. വാപ്പ ഇപ്പോൾ ഒരുപാട് പ്രായമൊക്കെ ആയി തുടങ്ങി, പണികളൊക്കെ എടുക്കാൻ പറ്റാതെ ആയി കഴിഞ്ഞപ്പോൾ മുറ്റമൊക്കെ നിറച്ചും കവുങ്ങൊക്കെയാണ് കേട്ടോ നട്ടിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ചേമ്പും മഞ്ഞളും വീട്ടിൽ ആവശ്യത്തിനൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ചേമ്പുണ്ട്, 2-3 ചേമ്പ് ഇപ്പോൾ ഉണ്ട്. പറിക്കുവാണെങ്കിൽ പറിച്ചിങ്ങാണ്ട് കറി വയ്ക്കാനോ അതല്ലെങ്കിൽ പുഴുങ്ങാനോ എന്ത് വേണേലും ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതേ പുറത്തേക്ക് ഇറങ്ങിങ്ങാണ്ട് ഒരു ചേമ്പ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാഴ്ചയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചേമ്പ് നിൽക്കുന്നത്. പക്ഷെ ഒരുപാട് കണക്കൊന്നും കിട്ടിയില്ല കേട്ടോ. ഒരു 4-5 കണക്കേ ഉണ്ടായുള്ളൂ. എന്തായാലും 1 കിലോയുടെ മുകളിലുണ്ട് കേട്ടോ ചേമ്പ്. ഈ ഒരു ചേമ്പ് നട്ടേക്കണ തെങ്ങിൻ ചോട്ടിലാണ് കേട്ടോ. അപ്പോൾ തടം തുറക്കണ ആ ഒരു സമയത്ത് തന്നെ ചേമ്പ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം മാത്രം അവിടെ ഇട്ടിട്ട് ബാക്കി എല്ലാ സൈഡും തടം തുറന്ന് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ തെങ്ങിൻ്റെ ചോടായതുകൊണ്ട് തന്നെ എപ്പോഴും ഇളകി കിടക്കുന്ന മണ്ണായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേമ്പ് വളർന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ അടിയിലേക്ക് കണക്ക് അത്രയ്ക്ക് ഉണ്ടായിട്ടില്ലെന്നേ ഉള്ളൂ. എന്നാലും 1 കിലോൻ്റെ മുകളിൽ നമുക്ക് കണക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊത്തി മാന്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ കൈ കൊണ്ട് നമുക്ക് മാന്തി എടുക്കുമ്പോൾ തന്നെ ചേമ്പ് നന്നായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. തെങ്ങിൻ്റെ ഒരു വേരൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കണതുകൊണ്ട് തന്നെ മണ്ണിനൊന്നും അങ്ങനെ ഉറപ്പൊന്നുമില്ല കേട്ടോ. ഇളകി കിടക്കുന്ന മണ്ണാണ്, ഉറച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് എടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ചേമ്പ് എനിക്ക് ഈ ഒരു ചേമ്പിൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടിയിട്ടോ. ഇനി നമുക്ക് ഈ ചേമ്പൊന്ന് പുഴുങ്ങിയെടുക്കണം. കുറച്ച് ചമ്മന്തിയും കൂടി അരച്ചിങ്ങാണ്ട് നമുക്ക് രണ്ടും കൂടെ കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ നമുക്ക് ചേമ്പ് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേമ്പല്ല ഒരു ബേസണിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ചേമ്പ് കഴുകാനായിട്ട് തോട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ചേമ്പെല്ലാം ഞാൻ ബേസണിലേക്ക് എടുത്തത്. നമ്മുടെ വീടിൻ്റെ ഇവിടെ അടുത്ത് തന്നെ ഒരു തോടുണ്ട്. അപ്പോൾ കുഞ്ഞ് കൈത്തോടാണ് കേട്ടോ. നമുക്ക് കുളിക്കാനൊക്കെ പോണത് ആ തോട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോയി ചേമ്പ് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ ബേസണിലേക്ക് എടുത്തത്. അപ്പോൾ പോണ വഴിയിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. പണ്ടൊക്കെ കണ്ട സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ തൊട്ടാവാടി കാണുന്ന സമയത്ത് എപ്പോഴും തൊട്ട് നോക്കൂട്ടോ. കാരണം അത് വാടണുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തൊട്ടാവാടി ലൈവായിട്ട് വാടുന്നത് നിങ്ങൾ കണ്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. നമ്മൾ കൈ കൊണ്ട് തൊട്ടെങ്ങാണ്ട് തൊട്ടാവാടി വാടുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട്. മറ്റേ ഈ കാട്ടിൽ കൂടെ പാടത്തൊക്കെ ഉണ്ടാവണം ആ ഒരു ടൈപ്പ് പൂക്കളുണ്ടല്ലോ, മഞ്ഞ കളറിൽ. അപ്പോൾ അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമുക്ക് അടുത്ത് തന്നെയാണ് തോടും പുഴയൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ടുപോയിക്കൊണ്ടാണ് കേട്ടോ ചേമ്പ് കഴുകിയത്. അപ്പോൾ അത് ചെന്നപ്പോൾ തന്നെ അങ്ങനെ വെള്ളമൊന്നും അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് മീനുകളൊക്കെ ഇഷ്ടം പോലെ മീനുകളുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ മീനുകളൊക്കെ ഉണ്ട്. നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ സൂം ചെയ്തുകൊണ്ട് പരമാവധിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു തോട്ടിൽ കൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ചേമ്പ് കഴുകി എടുക്കുന്നത്. അപ്പോൾ ആ തോട്ടിലുള്ള കാഴ്ചകളും ഭംഗികളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ.
ചെറിയ ചെറിയ മീനുകളൊക്കെ ഈ തോട്ടിൽ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ മീനുകളെയൊക്കെ കണ്ടുകൊണ്ട് വെറുതെ ഒന്ന് കൈ വെച്ച് നോക്കിയതാണ് കേട്ടോ. അങ്ങനെ അത് കയ്യിലേക്ക് ഒരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീനിനെ ഇടാനായിട്ട് ഞാൻ ബേസിനിൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ എടുത്തെങ്ങാണ്ട് 2-3 കല്ലൊക്കെ ഇട്ട് ചെറിയൊരു തോട്ടിലുള്ള പായലൊക്കെ പറിച്ചിട്ടെങ്ങാണ്ട് അതേ മീൻ ഞാൻ ആ ബേസിനിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പുള്ളി കൈ കൊണ്ട് പിടിച്ച ഒരു ഇതിൽ ഇങ്ങനെ ബോധമില്ലാണ്ട് നിൽപ്പായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞെങ്ങാണ്ട് ഉഷാറായി പുള്ളി ഓടാനൊക്കെ തുടങ്ങി കേട്ടോ. കുറച്ച് നേരം ഞങ്ങളങ്ങനെ ബേസിനിൽ വെള്ളത്തിൽ ആ മീനിനെ പിടിച്ച് വെച്ചെങ്ങാണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. കുറച്ച് നേരം വീഡിയോയൊക്കെ പിടിച്ചു കേട്ടോ. അത് കഴിഞ്ഞെങ്ങാണ്ട് ആ മീനിനെ ഞങ്ങൾ കളഞ്ഞു കേട്ടോ. വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചു വിട്ടു കേട്ടോ. ഇങ്ങനത്തെ മീനുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇതിന് കുറച്ചും കൂടിയൊക്കെ വലുതൊക്കെ ഉണ്ട്. നമ്മൾ കാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും കൊത്തി ഇതാക്കും കേട്ടോ കാല്. അങ്ങനെ ആ മീനിനെ ഞങ്ങൾ വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചു വിട്ടു. അത് കഴിഞ്ഞിട്ട് ചേമ്പ് കഴുകാനുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ ചേമ്പ് കഴുകാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോയ്ക്ക് ഒരു ഇതിന് വേണ്ടിയിട്ട് ഇതേ വെള്ളത്തിലേക്കൊക്കെ ചേമ്പ് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. താഴത്തേക്ക് ഒഴുകി പോകണുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളത്തിലേക്ക് എറിഞ്ഞിട്ടത്. പക്ഷേ ഒഴുകിയൊന്നും പോയില്ല കേട്ടോ. ചേമ്പ് അവിടെ തന്നെ താന്നു പോയി കേട്ടോ. അങ്ങനെ ചേമ്പ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീട്ടിൽ വെള്ളമില്ലാത്തതുകൊണ്ടൊന്നുമല്ല ചേമ്പ് കഴുകാൻ തോട്ടിലേക്ക് വന്നത്. പക്ഷേ ഈ ഒരു പ്രകൃതിയുടെ ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തോട്ടിൽ വന്ന് കഴുകുന്നത്. പറയുമോ ചേമ്പ് തോട്ടിൽ നിന്ന് തന്നെ കഴുകലും ചേമ്പ് രണ്ടായിട്ട് മുറിക്കലും ഒക്കെ തോട്ടിൽ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ. നല്ല ശുദ്ധമായ നല്ല വെള്ളമാണ് കേട്ടോ. കാട്ടിൽ നിന്നൊക്കെ വരുന്ന നല്ല വെള്ളമാണ്. പിന്നെ കുറേ മാസങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്ന് നമ്മുടെ തോടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ ഒരു പ്രകടനമൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് തോട്ടിൽ നിന്ന് ചേമ്പ് കഴുകൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. തിരിച്ചു പോണ വഴിയിലുള്ള ആ സൈഡിലൊക്കെ ഇങ്ങനെ നല്ല പച്ചപ്പും നല്ല പുല്ലും നല്ല പൂക്കളൊക്കെ ആയിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തോട്ടിലേക്ക് വന്ന ഒരു വെള്ളമാണ് കേട്ടോ. മുകളിൽ നിന്നൊക്കെയുള്ള ചെറിയൊരു ഇത് മാത്രം ഞാൻ എടുത്തുവെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ തോട്ടിൽ നിന്ന് ചേമ്പൊക്കെ കഴുകിങ്ങാണ്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക്. വീട്ടിലെത്തി അടുപ്പൊക്കെ തീ കത്തിച്ച് നമ്മുടെ ചേമ്പ് ഇതേ പുഴുങ്ങാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വിസിലടിക്കുമ്പോഴത്തേക്ക് തന്നെ ചിലപ്പോൾ ചേമ്പ് അവിഞ്ഞു പോകുമെന്ന് വിചാരിച്ചാണ് കേട്ടോ കുക്കറിലിടാണ്ട് വെച്ചത്. ചേമ്പിന് നമുക്ക് ഒരുപാട് വേവൊന്നുമില്ലല്ലോ. അപ്പോൾ കലത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേവും. അങ്ങനെ ചേമ്പ് കലത്തിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ചങ്ങാണ്ട് നമ്മളിത് ചേമ്പ് വേവാനായിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേമ്പ് വേവണ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് താഴത്തെ തോട്ടിലൊക്കെ ഒന്നും കൂടെ പറമ്പിലൊക്കെ ഒന്ന് പോയി കാണാനുണ്ട്. ഒരുപാട് നാളായില്ലേ ഇങ്ങോട്ടേക്കൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മുമ്പ് കുറച്ച് ചമ്മന്തിയും കൂടി അരച്ച് വെക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ചേമ്പ് വേവുമ്പോഴത്തേക്കും ചമ്മന്തി അരക്കുന്നതാണ്. അപ്പോൾ കാന്താരി ഉണ്ടായില്ല കേട്ടോ പറിക്കാനായിട്ട്. ഉള്ളതൊക്കെ നമ്മൾ പറിച്ച് നേരത്തെ എടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചമുളകും ഉള്ളിയും പുളിയൊക്കെ വച്ചങ്ങാണ്ട് നമ്മൾ ചമ്മന്തി അരച്ചെടുത്തു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ചമ്മന്തി റെഡിയായി കേട്ടോ. ചമ്മന്തി റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ചേമ്പ് കഴിക്കാനായിട്ട് വാഴയില വെട്ടിക്കൊണ്ടുവരാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒരു വാഴ വലുതാണ് നിൽക്കുന്നത്. നല്ല പൊക്കത്തിലാണ് കേട്ടോ വാഴ നിൽക്കുന്നത്. പിന്നെ വാഴ കുലച്ച് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഇല കിട്ടാനില്ല കേട്ടോ. പിന്നെ അതവിടെ ചേമ്പിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. കൊന്തവാഴയുടെ 2 ഇല വെട്ടിയെടുക്കുകയാണ് കേട്ടോ നമുക്ക് ചേമ്പ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സാധനത്തിന് ഞങ്ങൾ ഇവിടെ പറയുന്ന പേര് ചക്കരച്ചേമ്പ് എന്നാണ് കേട്ടോ. അവിടെയാണ് കൊന്തവാഴ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ അതിൻ്റെ 2 ഇല വെട്ടിയെടുത്തു. അപ്പം നമ്മൾ ചേമ്പ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചേമ്പ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടൻ ചേമ്പും അതുപോലെ തന്നെ ചമ്മന്തി ചൂട് കട്ടൻ ചായയൊക്കെ കൂട്ടി നമ്മൾ ചേമ്പ് കഴിക്കുകയാണ് കേട്ടോ.
ചേമ്പൊക്കെ കഴിക്കൽ കഴിഞ്ഞങ്ങാണ്ട് ഇതേ തോടും അതേപോലെ കാടും ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് പോകണം കേട്ടോ. നമുക്ക് കാടൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല, 1 കിലോമീറ്ററോളൊക്കെ നമുക്ക് കുറച്ച് നടന്ന് പോകാനുണ്ട് കേട്ടോ. അങ്ങനെ അതേ തോട്ടിലൊക്കെ ഇറങ്ങിയങ്ങാണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും മക്കളൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ റോഡിൽ കൂടെയൊക്കെ ഓടലും കളിയൊക്കെ ആയിട്ട് ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ പുള്ളേര് പുറകെ അങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നടന്നു കേട്ടോ. കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. നമ്മൾ കാട് എന്നൊക്കെ പറഞ്ഞാൽ അത് കണ്ടോ, നല്ല തേക്കും കാടാണ് കേട്ടോ. നിലമ്പൂർ കാട് നല്ല തേക്കും കാട് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ കുറേ ആയിട്ടോ, വർഷങ്ങളൊക്കെ ആയി കാടൊക്കെ ഇങ്ങനെ കാണാനായിട്ട്, സ്വസ്ഥമായിട്ട് കാടൊക്കെ കാണാനായിട്ട് ഇറങ്ങിയിട്ട് കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവരെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളെന്നും ഈ അടുക്കളയും പാചകമൊക്കെ ആയിട്ടല്ലേ നമ്മൾ വീഡിയോ ചെയ്യാറ്. അപ്പോൾ വീട്ടിൽ വന്നിട്ടൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം ഫോണിൽ കളിക്കലും പിന്നെ കിടന്നുറങ്ങലും പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കലും ഒക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു കാടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആനയൊക്കെ ഇറങ്ങി വരും കേട്ടോ. നാട്ടിലേക്ക് ആനയൊക്കെ ഇറങ്ങി വരും. ആന വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സോളാർ ലൈനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചില സമയത്ത് അത് ഓണാക്കാനൊക്കെ മറക്കൂലേ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അത് ആനയൊക്കെ ഇറങ്ങി രാത്രിയിലേട്ടൊക്കെ വരും കേട്ടോ. റോട്ടിലേക്കൂടെയൊക്കെ ആന വരും. പിന്നെ ഇത് നമ്മൾ താഴെ ചേമ്പൊക്കെ കഴുകാൻ പോയ ഒരു തോടുണ്ടല്ലോ, ആ തോടിൻ്റെ ഏറ്റവും മുകളിലുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയും കൂടി ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. പണ്ടൊക്കെ ഇഷ്ടം പോലെ വെള്ളമായിരുന്നു. ഇപ്പം അത്രയ്ക്കൊന്നും അങ്ങോട്ട് വെള്ളമൊന്നും ഇല്ല കേട്ടോ ഇവിടെ. നേരത്തെയൊക്കെ എന്ന് പറയുമ്പോൾ ഈ മണലൊക്കെ വാരാനൊക്കെ ആയിട്ട് നമ്മുടെയൊക്കെ വീടിൻ്റെയൊക്കെ അടുത്തുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇവിടേക്ക് മണലൊക്കെ വാരി കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ നല്ല കുഴിയായിരുന്നു കേട്ടോ. വെള്ളത്തിൽ നമുക്ക് അടുത്തേക്ക് പോലും വരാൻ പറ്റില്ല, അടുത്തൊന്നും ഇറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു കേട്ടോ. അതുപോലെയായിരുന്നു വെള്ളം. ഇപ്പോൾ അങ്ങനെ ആ ഒരു മണൽ വാരലും ഇതൊന്നും ആർക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളമൊക്കെ വരുന്ന സമയത്ത് കല്ലും മണലും എല്ലാം വന്നെങ്ങാണ്ട് വെള്ളത്തോട്ടിൽ അടിഞ്ഞിട്ട് പിന്നെ അത്രയ്ക്ക് ആഴമൊന്നും ഇല്ലാണ്ടായി പോയിട്ട് വെള്ളമൊക്കെ കുറഞ്ഞു ഇപ്പോൾ. പിന്നെ ഈ ഒരു സൈഡിൽ കൂടെ ഒക്കെയാണ് കേട്ടോ പന്നികളൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് കേട്ടോ. ഈ തോടിൻ്റെ ഈ സൈഡിലൊക്കെ ഉള്ള ഒരു പച്ചപ്പായലൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പന്നികൾ എപ്പോഴും കാണും കേട്ടോ. അങ്ങനെ നമ്മൾ കാടിൻ്റെ കുറച്ച് സൈഡിൽ കൂടെ, കാടിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറിപ്പോയില്ല, പക്ഷേ ആ സൈഡിൽ കൂടെ അതിർത്തിയിലേക്കൂടെയൊക്കെ സോളാർ ലൈൻ ഇട്ടേക്കണ ആ ഒരു ഭാഗത്തിൽ കൂടെയൊക്കെ നമ്മൾ കുറേ ദൂരം നമ്മൾ കാട്ടിൽ കൂടെ പോയി കേട്ടോ. ആ ഒരു തോട് തന്നെയാണ് കേട്ടോ ഈ ഒരു തോട്. മുകളിൽ നിന്ന് താഴത്തേക്ക് ഒഴുകി പോകുന്ന, നമ്മൾ താഴത്തുള്ളതാണ് നേരത്തെ കണ്ടത്. ഇതിൻ്റെ താഴ്ഭാഗത്താണ് കേട്ടോ ഞങ്ങളൊക്കെ കുളിക്കുന്നതും ഒക്കെ. മുകളിലൊന്നും ഇവിടെ നിന്ന് വേസ്റ്റും ഒന്നും ആരും കൊണ്ടുവന്ന് ഇടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായ നല്ല വൃത്തിയുള്ള വെള്ളമാണ് കേട്ടോ ഇവിടെയൊക്കെ. പിന്നെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആനേനെയൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. കുറച്ചങ്ങോട്ട് കാട്ടിലേക്ക് കയറി പോവുകയാണെങ്കിലും ആനേനെയൊക്കെ കാണാൻ പറ്റും. ആനയും പന്നിയൊക്കെ എപ്പോഴും ഉണ്ടാകും കേട്ടോ ഈ കാട്ടിൽ. പിന്നെ കാട്ടിൽ ആനയും പന്നിയൊക്കെ ഉണ്ടെങ്കിലും നമുക്കാർക്കും ഉപദ്രവമൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് വാർത്തയിലൊക്കെ കാണുന്നുണ്ട്, പല നാട്ടിൽ കൂടെ കാട്ടാനകൾ ഇറങ്ങി ഉപദ്രവിക്കുക എന്നുള്ളതൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു നാടും ഈ ഒരു കാടും നമുക്ക് ഒരുപാട് നാളത്തെ പരിചയമാണ് കേട്ടോ. ഞങ്ങളൊക്കെ വളർന്ന നാടാണിത്. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും കാട്ടാനകൾക്ക് വന്നിട്ടൊന്നും അങ്ങനെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം തോടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കാടിൻ്റെ പച്ചപ്പും എല്ലാം തന്നെ ആസ്വദിച്ച് കുറേ നേരം നമ്മളൊരു 2-3 മണിക്കൂറൊക്കെ അതിലെങ്ങനെ സമയമൊക്കെ കളഞ്ഞ് അങ്ങനെ ചുമ്മാ നടന്നു കേട്ടോ. പിള്ളേരൊക്കെ ആയിട്ട് കളിപ്പിച്ച് അങ്ങനെ നടന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേനും തണുത്തത് എന്തെങ്കിലും കഴിക്കാനായിട്ടൊരു കൊതി കേട്ടോ. കാരണം ഈ ഒരു സമയത്ത് അങ്ങനെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ തണുപ്പൊന്നും ഇല്ലല്ലോ. പിന്നെ കാടും ഈ ഒരു മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു തണുപ്പും നല്ല തണുത്ത കാറ്റും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും തണുത്തത് കഴിക്കാനായിട്ടൊരു കൊതി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാലും കസ്റ്റേർഡും കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു കസ്റ്റേർഡ് ഫ്രൂട്ട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളിത് പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സന്തോഷവും ഒരു രസമൊക്കെ അല്ലേ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ മക്കൾക്കൊക്കെ എപ്പോഴും എന്തെങ്കിലും കഴിക്കാൻ വേണം, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ. കുഞ്ഞു മക്കളൊക്കെ ആകുമ്പോൾ വിശപ്പില്ലെങ്കിലും അവർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെ ഇത് ഞങ്ങൾ കസ്റ്റേർഡ് ഫ്രൂട്ട്സ് ഉണ്ടാക്കാനായിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
പാല് കസ്റ്റേർഡ് മിക്സ് ചെയ്തെങ്ങാണ്ട് തിളപ്പിച്ചെങ്ങാണ്ട് ചൂടാറാനായിട്ട് വെച്ച ആ ഒരു സമയം കൊണ്ട് തന്നെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ എടുത്ത് അരിഞ്ഞ് വെച്ചു കേട്ടോ. പിന്നെ അതേ പാല് തണുത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് അത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് മുന്തിരിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്നൊന്ന് തോന്നി, പക്ഷേ മുന്തിരി ഉണ്ടായില്ല കേട്ടോ. അനാറും പിന്നെ ആപ്പിളും ഏത്തപ്പഴവും പൈനാപ്പിളും മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. കുറച്ച് മുന്തിരിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നിപ്പോയി, പക്ഷേ അത് മുന്തിരി ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചെങ്ങാണ്ട് നമ്മൾ അതെല്ലാം സെറ്റാക്കി എടുത്തു. പിന്നെ കുറച്ച് ബൂസ്റ്റും കൂടെ ഇട്ടു കേട്ടോ. കാടും തോടും ഒക്കെ കാണാൻ പോയി മടുത്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഇതേ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയൊരു വിഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കഴിച്ചു. പിന്നെ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്നൊക്കെ പറയണത്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ ഒരു ദിവസത്തെ വിശേഷം ഇതൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ അടുക്കളയും പാചകമൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലങ്ങനെ ചെയ്യും പോലെ തന്നെ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ അടുക്കളയിലോട്ട് കയറാറൊന്നും ഇല്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയോ കിടന്നുറങ്ങുകയോ ഫോണിൽ കുത്തിപ്പണിയോ ഇതേമാതിരി തോടും കാടും ഒക്കെ കാണാൻ പോകുക. അവിടെയാണെങ്കിൽ നമുക്കിതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ഒരു പ്രകൃതിയുടെ ഒരു ഭംഗി ആസ്വദിക്കാനുള്ള ഇതൊന്നും അവിടെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ല വൈബാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ അവിടുത്തെ മാതിരിയല്ല, പഴയൊരു മാതിരിയല്ല, പുതിയൊരു മൈൻഡിലായിരിക്കും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.